ഒരു വലിയ ജലബോംബായിട്ട് ഇടുക്കിയുടെ മുകളിൽ നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാറിനെ നമ്മൾ സംരക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ലോകരാജ്യത്തിന് മൊത്തം അറിയാവുന്ന കേസല്ലേ മുല്ലപ്പെരിയാറിന്റെ കേസ് അല്ലേ? എന്നാൽ ഇടുക്കിക്ക് എന്നാ പ്രശ്നമില്ലാത്ത? 350 മേളിൽ മരണം സംഭവിച്ച വയനാട്ടിലേക്കാളും വലിയ ദുരന്തം. 10,000-കണക്കിന് ആൾക്കാർ ഈ ഇടുക്കി ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും ഇടയിൽ താമസിക്കുന്നവർ പൂർണ്ണമായും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഒരു പുതിയ ഡാം വേണം, തമിഴ്നാട് കാലാകാലം കൊടുക്കുന്നത് പോലെ വെള്ളം കൊടുക്കാം. നിങ്ങളോട് കെഞ്ചുകയാണ്, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന് നടുവിലാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല, പക്ഷെ എൻ്റെ ചുറ്റിലും വെള്ളമാണ്. മുല്ലപ്പെരിയാർ ഡാം അഥവാ ദൈവമേ ഒരിക്കലും അതിനൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം വെള്ളമെത്തുന്ന പ്രദേശമാണ് വള്ളക്കടവ് എന്ന് പറയുന്ന ഈ സ്ഥലം. എൻ്റെ ഈ മുകളിൽ കാണുന്നതാണ് വള്ളക്കടവ് ജംഗ്ഷൻ. ഇവിടെ ഏകദേശം ഒരു 60ഓളം വീടുകളുണ്ട്. ആദ്യം വെള്ളവും ചെളിയും എത്തുന്ന പ്രദേശം ഇതായിരിക്കും. എനിക്ക് അധികാരികളോടായിട്ടും ഈ പഠനം നടത്തിയവരോടായിട്ടും എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. വയനാട്ടിൽ 300-ലധികം പേർ മരിച്ചുവെങ്കിൽ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, നമ്മളുടെ കേരളം ഒരു മരണപ്പറമ്പായി മാറും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ രാഷ്ട്രീയമോ മതമോ എല്ലാം വിടൂ. നമ്മളിപ്പോൾ വയനാട്ടിൽ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. എന്തുകൊണ്ടാ? ഒരു സംഭവം ഉണ്ടായതിനു ശേഷം. പക്ഷേ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങളോട് കെഞ്ചുകയാണ്, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം. ആദ്യം പഠനത്തിൽ ചില ആൾക്കാർ, നമ്മൾ ചില യൂട്യൂബിലൊക്കെ കണ്ടു, ചിലർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 100 വർഷം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും ഇതിനൊന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാം താങ്ങിക്കോളും. അതെന്താ? ഇടുക്കി ഡാമിന് ഇപ്പുറത്തോട്ടുള്ളവരാരും മനുഷ്യരല്ലേ? 10,000-കണക്കിന് ജനങ്ങൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവരാരും മനുഷ്യരല്ലേ? അവരാരും മലയാളികളല്ലേ? അവരാരും അല്ലേ പോട്ടെ തമിഴരല്ലേ? അവർ ഇന്ത്യനല്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഈ ഇടുക്കി ഡാം താങ്ങും. ഓക്കെ, ഇടുക്കി ഡാം താങ്ങട്ടെ. താങ്ങിയാൽ പോലും 350 മേളിൽ മരണം സംഭവിച്ച വയനാട്ടിലേക്കാളും വലിയ ദുരന്തം. 10,000-കണക്കിന് ആൾക്കാർ ഈ ഇടുക്കി ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും ഇടയിൽ താമസിക്കുന്നവർ പൂർണ്ണമായും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. നമ്മളിപ്പോൾ ഇവിടെ തിരക്കിയപ്പോൾ ഈ പറയുന്ന വീടുകളിൽ താമസിക്കുന്ന പലരും നമ്മളോട് പറഞ്ഞത് രാത്രിയായ ഉറങ്ങാൻ പേടിയാണ്. കാര്യം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പഠന റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ റെഡ് സോൺ ആണ് ഇവിടെ. അപ്പം അതിലെല്ലാം ഉപരി ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കുറെ കഥകളുണ്ട്. കാര്യം അവർ പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുമ്പുകൾ, ഇപ്പം 80 വയസ്സ് വരെയുള്ള സാധാരണക്കാരൻ നമ്മളുടെ അടുത്ത് പ്രതികരിച്ചു. അവർ പോലും പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇവിടെ ചോർച്ചയുണ്ട്, ഇതിന് പ്രശ്നങ്ങളുണ്ട്, ഈ ഡാമിൽ പ്രശ്നങ്ങളുണ്ട്. കാര്യം ചെറിയ രീതിയിലുള്ള ഭൂമി കുലുക്കങ്ങൾ ഈ പരിസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അടുത്തൊരു ഇത്തിരിയൂടെ വലിയ റിക്ടർ സ്കെയിലിൽ 4 അല്ല 5, 6 ആ റേഞ്ചിലേക്ക് പോകുന്ന ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ തീർച്ചയായും ഈ മുല്ലപ്പെരിയാർ ഡാം താങ്ങില്ല. ഉറപ്പായും ഇത് പൊട്ടിത്തകരും. തകരുമ്പോൾ ഇതിനടിയിലേക്ക് കടക്കുന്ന ദശലക്ഷക്കണക്കിന് കിലോ ചെളി, വെള്ളത്തിനുപരി ചെളിയായിരിക്കും ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നത്. ഒരു വലിയ ജലബോംബായിട്ട് ഇടുക്കിയുടെ മുകളിൽ നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാറിനെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി ഇതിൻ്റെ കൂടെ ഉണ്ടാകണം. ആരാണ് ഇതിൽ കളിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആരും പരിഭ്രാന്തരാകണ്ട, നമ്മൾ സേഫാണ്, മുല്ലപ്പെരിയാർ ഡാമിനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പറ്റിപ്പോയാൽ സഖാവേ ഈ കേരളം ഭരിക്കാൻ പിന്നെ ഇവിടെ ആരും ഉണ്ടാവത്തില്ല. മുഖ്യമന്ത്രി എന്നൊരു പേരുണ്ടാവില്ല. കാരണം കേരളം ഉണ്ടാകില്ല. കേരളം ഉണ്ടായാലല്ല കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഒരുപാട് സമരസമിതികളും ഒരുപാട് പ്രശ്നങ്ങളും ഇവിടെ സംഭവിച്ചു. ഒരുപാട് സമരങ്ങളെ ഇതൊക്കെ നടന്നു. പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും എത്തുന്നില്ല? ഇത് എന്താണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകാത്തത്? സമരസമിതിക്കാരെ ഒന്നും പിന്നെ കാണാൻ പോലുമില്ല. അത് ഏത് വഴിക്ക് പോകുന്ന പോലും അറിയത്തില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. സമിതിയല്ല, ഈ പറയുന്ന ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കേരളത്തിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5ഓളം പ്രതിനിധികൾ ഇവിടെ പങ്കെടുത്തിരുന്നു. പക്ഷേ അന്ന് ഇവിടെ കേരളത്തിൽ നിന്നും പ്രതിനിധീകരിച്ച ബഹുമാനായ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന KT തോമസ് സാറ് അന്ന് ചെയ്തൊരു ചതിയുണ്ട്. ചതിയാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഈ ഡാം 100 വർഷമല്ല 1000 വർഷം കഴിഞ്ഞാലും തകരില്ല എന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു പകർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡാമിൽ ഇപ്പോഴും ഒന്നും സംഭവിക്കാതെ എല്ലാവരും ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവര് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് എല്ലാവരോടും, അല്ലെങ്കിൽ ഈ പറയുന്ന ജനപ്രതിനിധികളോടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടും എല്ലാവരോടും പറയാനുള്ളത്, ഇവിടെ വന്ന് ഈ അവസ്ഥ കാണണം. കാര്യം ഞാനിപ്പോൾ ഒരു വീടിൻ്റെ അടിയിൽ, അതായത് അണ്ടർഗ്രൗണ്ട് നിൽക്കുന്നത് ഈ പെരിയാറിനോട് ചേർന്നാണ്. അവരൊക്കെ രാത്രി ഉറങ്ങാറ് പോലും ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കേരളത്തെ
വിഭജിക്കരുത്. 3-4 ജില്ലയില്ലാത്ത ഒരു കേരളമായി നമ്മുടെ ഈ കേരളത്തെ, ദൈവത്തിന്റെ സ്വന്തം നാടിനെ മാറ്റരുത് എന്നൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഏത് കാര്യമാണോ ആ കാര്യത്തിൽ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാ മാറി മാറി വരുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടുന്ന് ആശങ്കപ്പെടേണ്ടതാണ്. പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ജനം അങ്ങ് പോവുമല്ലേ. അതേപോലെ ഒരു സംഭവം മുല്ലപ്പെരിയാർ ഒരു കാലത്ത് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതിനകത്ത് മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ അന്നത്തെ ആ സർക്കാരിലെ തന്നെ നിലപാടിന്റെ രേഖകളുണ്ടല്ലോ, അവരത് പരിശോധിക്കണ്ടേ. അവരുടെ പരിശോധന 3ഓളം കമ്മിറ്റികൾ ഇവിടെ വന്നപ്പം ഇത് റെഡ് സോണിലാണ്, ഇത് തകരാറിലാണെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും ഒരു കുലുക്കമില്ല. അതിന്റെ കുലുക്കമില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് ആയുസ് അന്ന് പണിത് ആ ബ്രിട്ടീഷ് സമയത്താണ് അവരുടെ ഒരു സർക്കാരിന് ഇതുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് ആ ഫയൽ അവർക്ക് എടുക്കാമല്ലോ. ആ ഫയലിന് അതിൽ പറഞ്ഞേക്കുന്നത് 50 വർഷമാണ്. 50 വർഷമാണ് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ 50 വർഷം പറഞ്ഞേക്കുന്നത്. ഈ 50 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി? അത് ഞാൻ പറയാത്ത ചാനലുകാർക്ക് അറിയാലോ, 100 വർഷത്തിൽ കൂടുതലായി. 100 വർഷത്തിൽ കൂടുതൽ. ഒരു സംഭവം ഉണ്ടായതിന് ശേഷം പിന്നീട് ജനങ്ങളെ പ്രതികരിച്ചിട്ട് വയനാട് പോലെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിന് മുമ്പേ ഉണ്ടാകുന്നതിന് മുമ്പേ എന്തെങ്കിലും നോക്കുന്നത്. അല്ല, ഇവിടെ കുറെ സമരസമിതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിന് മുല്ലപ്പെരിയാറിനെതിരെ സമരസമിതി കാരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ എന്ത് ചെയ്യും? ആരോട് പ്രതികരിക്കാൻ, എവരോട് പ്രതികരിക്കാനാണ്? നമ്മൾ സ്വയം ജനങ്ങൾ എന്തിനാ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങളുടെ സുരക്ഷതയ്ക്ക് വേണ്ടിയാണ്. ആ ജനങ്ങളുടെ സുരക്ഷ ഇവർ കണ്ടനം ചെയ്യാൻ വേണ്ടിയാണ്. അത് കണ്ടനം ചെയ്യേണ്ട അവരുടെ കടമയല്ലേ? ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, കൂലിപ്പണി ചെയ്യുന്ന എന്നോട് വന്ന് ചോദിച്ചിട്ട് മുല്ലപ്പെരിയാർ പണിയാനായിട്ട് എന്തെങ്കിലും അതിനൊരു നടപടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ? നിങ്ങളെപ്പോലെ ചാനലുകാർ വരുമ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവർ പ്രതികരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ മറികടന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ അകത്താവും. അകത്ത് മാത്രമേ ബ്ലാക്ക് ലിസ്റ്റിൽ പ്രതിയാക്കും. യഥാർത്ഥത്തിൽ പറഞ്ഞ ഓരോ രാത്രിയും നിങ്ങൾ ഭീതിയോടെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. സംശയമല്ലോ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ലോകരാജ്യത്തിന് മൊത്തം അറിയാവുന്ന കേസല്ലേ മുല്ലപ്പെരിയാറിന്റെ കേസ്, അല്ലേ? എന്നാൽ ഇടുക്കിക്ക് തന്നെ പ്രശ്നമില്ലാത്ത, കക്കിക്ക് തന്നെ പ്രശ്നമില്ലാത്ത, ആനത്തോട് തന്നെ പ്രശ്നമില്ലാത്ത, ഇതെല്ലാം ഡാമുകളല്ലേ? ഇതിനൊക്കെ സുരക്ഷതയുണ്ടല്ലോ. മുല്ലപ്പെരിയാർ സുരക്ഷിത ഇല്ലെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ. പക്ഷെ ഇതിനകത്ത് ഈ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം അഥവാ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. മുല്ലപ്പെരിയാർ 7 ജില്ലയ്ക്ക് ബാധിക്കും ആകർന്നാൽ ചില ആൾക്കാർ പറയുന്നത് ഇടുക്കി ഡാമിനെ സംരക്ഷിക്കുമെന്നാണ്. പക്ഷെ ഈ ഇടുക്കിക്കും ഡാമിനും മുല്ലപ്പെരിയാറിനും ഇടയ്ക്ക് കിടക്കുന്ന 10,000-ഓളം ജനങ്ങൾ എന്ത് ചെയ്യും? അതാണ് അതാണ് അന്വേഷിച്ചിരിക്കുന്നത്. അത് നിങ്ങളെ പോലുള്ള ചാനലുകാർ പുറത്തു കൊണ്ടുവരുമ്പോൾ നാളെ നിങ്ങൾക്ക് തന്നെ അതൊരു പ്രതികരണമായിട്ട് തിരിച്ചു മാറാം. അതെനിക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നുണ്ട്, പല രാജ്യങ്ങളും നമുക്കറിയാം. നിങ്ങൾ ഇപ്പൊ ഈ ചാനലുകാർ ഈ ജനങ്ങളെ സുരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ചാനലിലേക്ക് റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മാറാം. ഇവരെന്തിനാണ് ഇതിനെ പുറകെ നടക്കുന്നതെന്ന്. പക്ഷെ ഇതിങ്ങനെ വയനാട് പോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു മുഴം കയർ എറിഞ്ഞു പിടിക്കുന്നത്. അത് ചിന്തിക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ ഈ പറയുന്ന MLA, MP മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയ പ്രവർത്തകർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യേണ്ട അവരുടെ ജോലിയാണ്. പക്ഷെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവര് ചിന്തിക്കേണ്ടത് നമ്മുടെ ജനങ്ങളെ സുരക്ഷ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉള്ള എത്രയോ കോടി രൂപ വെറുതെ എത്രയോ ആവശ്യമില്ലാതെ പണിയുന്നു. ഒരു ഡാം സപ്പോർട്ട് ആകുമ്പോൾ ഇതിനൊരു സുരക്ഷ കൊടുത്താൽ തന്നെ കുഴപ്പം. വെള്ളം തമിഴ്നാടിന് കൊടുക്കട്ടെ. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇത് തമിഴ്നാടിന് പാട്ടക്കരാർ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ പുതിയ ഡാം പണിയുമ്പോഴത്തേന് ഈ കരാർ റദ്ദായി പോകും. തമിഴ്നാട് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ സുപ്രീം കോടതി ചില വിധികൾ വയ്ക്കുന്നു. സുപ്രീം കോടതി, ഞാനത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. പിന്നെ മുല്ലപ്പെരിയാറിന്റെ ചരിത്രവും പണത കാലവും കാലവർഷവും ഇതും എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയായി മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് വേണ്ട. അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പാട്ടക്കരാർന്ന് പുതിയ ഡാം പറയും, പാട്ടക്കരാർന്ന് പറയുമ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് കേരള സർക്കാർ സമ്മതിച്ചാൽ എന്നാ കുഴപ്പം? അങ്ങനെ ഒരു കരാർ വയ്ക്കട്ടെ. അതെ, പുതിയ ഡാം പറഞ്ഞിട്ട് വെള്ളം കൊടുക്കാം. ഒരു പുതിയ ഡാം വേണം, തമിഴ്നാട് കാലാകാലം കൊടുക്കുന്നത് പോലെ വെള്ളം കൊടുക്കാം. വെള്ളം കൊടുത്താലല്ലേ അവിടെ വെള്ളം ചെന്നാലേ പച്ചക്കറി കൃഷികളും ചെയ്ത് നമുക്ക് സുരക്ഷിതമായിട്ട് കേരളത്തിലേക്ക് വരത്തുള്ളൂ. അതിനെന്നാ കുഴപ്പമിരിക്കുന്നത്? അതിന് 2 സംസ്ഥാനങ്ങളും കരാർ വ്യവസ്ഥ വെച്ച് ഒപ്പിട്ട് ചെയ്താൽ എന്നാ കുഴപ്പം? ഇതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ ഒരു ശവപ്പറമ്പാക്കാതെ ഇവരാരും അടങ്ങത്തില്ല. സംശയം തന്നെ. സ്വന്തം ദൈവത്തിന്റെ ഭൂമി എന്ന് പറയുന്ന കേരളം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നാടെന്ന് പറയുന്ന കേരളം. ഇന്നെന്താ കേരളം? കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിന്റെ ഗതി എന്താ? നിങ്ങളൊന്നും ഞാൻ ഇതിപ്പോ ജനങ്ങൾ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാർ പിള്ളേർക്ക് മൊത്തം അറിയാലോ. പിന്നെ അതിനിടയ്ക്ക് കുറെ കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മിലടിക്കുന്നതല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ വന്ന ചെറുപ്പക്കാർ പിള്ളേർക്ക് മൊത്തം പണ്ടത്തെ കാലമൊന്നും അല്ല. ഇപ്പം
കാര്യങ്ങളും വ്യവസ്ഥകളും ചാനലുകാരൊക്കെ കളത്തി ഇറങ്ങി ശരിക്കും അപ്പം റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാർ പിള്ളേർക്ക് എല്ലാം അറിയാം.